മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷാ വിഷയങ്ങളിലെ പരീക്ഷകൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് എളുപ്പവഴികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് മലയാളത്തെ ഒരു ഉദാഹരണമാക്കി എടുത്താണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എല്ലാ ഭാഷകൾക്കും ഈ രീതി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കുക എന്നതാണ്. ഏത് കൃതിയുമായി ബന്ധപ്പെടുത്തിയ ചോദ്യമാണോ വന്നിരിക്കുന്നത്, ആ കൃതിയുടെ പേര്, അത് എഴുതിയതാര്, ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ കൃതിയുടെ ആശയം ചുരുക്കി എഴുതുക. മൂന്നാമത്തെ പാരഗ്രാഫിൽ ആ കൃതിയെ ചോദ്യവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ ചോദ്യവുമായി ബന്ധപ്പെടുത്തി പാഠഭാഗത്തെ വിശകലനം ചെയ്യുന്ന സമയത്ത് ചോദ്യവുമായി ബന്ധപ്പെട്ട മറ്റു കവിതാ ശകലങ്ങളോ പാഠപുസ്തകത്തിൽ തന്നെ ഉള്ള മാതൃകാ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഭാഗങ്ങളോ ഒക്കെ എടുത്ത് എഴുതാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ മാർക്ക് ലഭിക്കാൻ സഹായിക്കും. ഉദാഹരണമായിട്ട് കുറച്ച് വരികൾ പറഞ്ഞു തരാം. ഇവ കാണാതെ പഠിച്ചു വയ്ക്കുക. കാരണം സമകാലിക പ്രസക്തിയുള്ള പാഠഭാഗങ്ങളാണ് നമുക്ക് എപ്പോഴും വരാറ്. ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത ശൈലികളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് ഈ വരികൾ മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വിഷുക്കണി വൈലോപ്പിള്ളി. ഏത് നവലോക സങ്കല്പങ്ങളും ആശയധാരകളും ഉള്ളിൽ വെച്ച് വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ ജീവിച്ചാലും, മനസ്സിലെപ്പോഴും ഗ്രാമത്തിൻ്റെ നന്മയും നിഷ്കളങ്കതയും സംസ്കാരവും മൂല്യങ്ങളുമെല്ലാം ഉണ്ടാകട്ടെ. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അക്കിത്തം. അക്കിത്തത്തിൻ്റെ വരികൾ അന്വർത്ഥമാക്കുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഊഷ്മളതയാണ്. മറ്റുള്ളവർക്കായി കണ്ണീർ പൊഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുമ്പോൾ നമ്മുടെ മനസ്സിൽ 1000 സൂര്യൻ ഉദിക്കുന്ന പോലെയാണ്. ഒരു പുഞ്ചിരി മറ്റുള്ളവരുമായി ചിലവാക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ഹൃദയം നിലാവുപോലെ ശുദ്ധവും നിഷ്കളങ്കവുമായി മാറുന്നു. മറ്റുള്ളവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ കവി പറയുന്നു. അതിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സ്വയം സന്തോഷവാനാകുവാനും സാധിക്കുന്നു. ഈ വരികളൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥവും ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ വരികൾ അർത്ഥം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ വരികൾ എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, ചോദ്യം വരുന്നത് അവിടെ ഉപയോഗിക്കുക. അതിൻ്റെ രചയിതാവ് ആരാണെന്നും ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളതും കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മളൊരു കൺക്ലൂഷൻ എഴുതുക. അതായത് ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്ത ശേഷം നമ്മുടെ ഒരു അഭിപ്രായം അത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 6 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഒക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പാരഗ്രാഫായിട്ട് തിരിച്ച് കുറച്ച് മാർക്കിനനുസരിച്ച് അത് കുറച്ച് വലുതാക്കി എഴുതാം. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ മതി. പക്ഷേ ആദ്യത്തെ ഒരൊറ്റ പാരഗ്രാഫിൽ തന്നെ കവിയെക്കുറിച്ചും കൃതിയെക്കുറിച്ചും, പിന്നെ അത് ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്, പിന്നെ ആ കൃതിയുടെ ഒരു ചുരുങ്ങിയ ആശയം, ഒരു 2-3 വരികളിലുള്ള ആശയവും ആദ്യത്തെ ഒരൊറ്റ പാരഗ്രാഫിൽ തീർക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ ചോദ്യവുമായി ബന്ധപ്പെടുത്തി ആ പാഠഭാഗത്തെ വിലയിരുത്തുകയാണ് വേണ്ടത്. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത്, കൃതിയുടെ പേര്, രചയിതാവിൻ്റെ പേര് എന്നിവ എഴുതുമ്പോൾ സിംഗിൾ പഞ്ച്വേഷൻ മാർക്ക് ഇടുക. ഉദാഹരണത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ, പാത്തുമ്മയുടെ ആട്. ഇതിലൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ 2 സൈഡിലും സിംഗിൾ പഞ്ച്വേഷൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, പാഠഭാഗത്തിലെ വരികളോ മറ്റേതെങ്കിലും കഥ, കവിത ശകലങ്ങളോ എഴുതുമ്പോൾ ഡബിൾ പഞ്ച്വേഷൻ മാർക്കാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, കർണസുഖം ഞാൻ പറയുകില്ല ആരോടും. ഇവിടെ ആദ്യം ആ വരിയുടെ തുടക്കത്തിലും ഡബിൾ പഞ്ച്വേഷൻ മാർക്ക് ഉണ്ട്, അതിൻ്റെ അവസാനത്തിലും ഡബിൾ പഞ്ച്വേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഉത്തരം എഴുതുന്ന സമയത്ത് മെയിൻ പോയിൻറ്റ്സോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വരികളൊക്കെ എഴുതുന്ന സമയത്ത്
അതിൻ്റെ അടിയിൽ പെൻസിൽ കൊണ്ട് വരയിട്ട് കൊടുക്കുക, അടിവര ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇവാലുവേഷൻ്റെ ടൈമിൽ അത് ഇങ്ങനെ അടിവര ഇട്ടതാകുമ്പോൾ ആ പോയിൻറ്റ്സ് പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ലാംഗ്വേജിൻ്റെ എക്സാമുകൾക്ക് മാക്സിമം മാർക്ക് വാങ്ങാൻ സാധിക്കും. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.